ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ അടുക്കളയുടെ അവസ്ഥ ഇതാ ഇങ്ങനെയാണ്. ഇന്നലെ രാത്രി ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക്. കാരണം നല്ല തലവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പാത്രം കഴുകാനൊന്നും നിന്നില്ല. നേരെ കയറി കിടന്ന് ഉറങ്ങി. പക്ഷേ ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ അതുമില്ല കേട്ടോ. മോൾക്ക് ഒട്ടും വയ്യായിരുന്നു. അവൾക്കും ചുമയും ജലദോഷവും ഒക്കെ ആയിട്ട് ഭയങ്കര രാത്രിയിൽ ബുദ്ധിമുട്ടായിരുന്നേ. പിന്നെ അവൾക്ക് ആവിയൊക്കെ പിടിച്ച് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരു വെളുപ്പൊക്കെ ആയപ്പോഴാണ് കുഞ്ഞൊന്ന് മയങ്ങി വന്നത്. ആ സമയത്ത് ഞാൻ കിടന്നപ്പോൾ അങ്ങ് ഉറങ്ങിയും പോയി. എണീറ്റപ്പോൾ സമയം 6 മണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അലാറമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടിച്ചത് കേട്ടോ കേട്ടില്ല എനിക്കറിയില്ല കേട്ടോ. ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ എണീറ്റ് വന്നപ്പോഴത്തേക്കും അടുക്കള കിടക്കുന്നത് കണ്ടപ്പോൾ തന്നെ സങ്കടം തോന്നിയേ. ഇന്നലെ ചെയ്തിട്ട് എത്ര വയ്യാലും ചെയ്തിട്ട് കിടന്നാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. ഇച്ചിരിയെങ്കിലും പറ്റുമായിരുന്നെങ്കിലും ഞാൻ ചെയ്തിട്ടേ കിടക്കത്തുള്ളായിരുന്നേ. പിന്നെ ഞാൻ പെട്ടെന്ന് ഇതാ അരിയൊക്കെ അടുപ്പത്തിട്ട് അപ്പുറത്ത് ഇതാ ഗ്രീൻ പീസും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നേരെ പാത്രം കഴുകാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ കിടക്കുന്നുണ്ട്, എനിക്ക് ഒരു സമാധാനവും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും നമ്മുടെ അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനത് റൈസ് കുക്കറിലൊക്കെ ആക്കി വെച്ചു. ഗ്രീൻ പീസും അവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ഒഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ തേങ്ങയൊക്കെ ചുരണ്ടി എടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ പൊടി വാട്ടാനായിട്ട് നിന്നു. ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. പത്തിരിയും ഗ്രീൻ പീസ് കറിയും നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ ഗൈസ് ഞാൻ പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ട് ഇന്നലെ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ഇട്ട ഡ്രസ്സുകളൊക്കെ താഴെ കല്ലേ കൊണ്ട് അലക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും രാവിലെ പോയി അലക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ അത് അലക്കാനായിട്ട് പോയി കേട്ടോ. പൊടി കുഴച്ച് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ വന്നിട്ട് ഇനി ചുട്ടെടുത്താൽ മാത്രം മതി. അങ്ങനെ ഗൈസ് ഞാനിതാ തുണിയൊക്കെ അലക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ഓരോരോ പണികളായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. ചെയ്യുന്നതെല്ലാം വളരെ ഫ്ലോപ്പായിരുന്നേ. അപ്പോൾ ഒക്കെ ആദ്യത്തെ കരിഞ്ഞൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഗ്യാസ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡിനെ എണീപ്പിച്ച് അതൊക്കെ ഒന്ന് മാറ്റി വെപ്പിച്ചു. ഇനി പെട്ടെന്ന് കറികളൊക്കെ റെഡിയാക്കി അവർക്ക് ലഞ്ച് ബോക്സും ആക്കി കൊടുത്തു കേട്ടോ. പിന്നെ ഇങ്ങനെ കിടന്ന അടുക്കളയിൽ ഞാനിതാ ഇങ്ങനെ ആക്കി എടുത്തു. ഇങ്ങനെ കിടന്ന ടേബിളിൽ ഞാൻ ഇതാ ഇങ്ങനെയും ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കിടന്ന മുറിയിൽ ഞാൻ ഇങ്ങനെയും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബായ്.